ഒരു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോകുമ്പോ അവന്റെ ഐഡന്റിറ്റി എന്തിലേക്ക് മാറി വെച്ചിരിക്കുന്നു? ഇതിലേക്ക് മാറി മൃഗത്തിലേക്ക്. അവന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ മൊത്തത്തോടെ മാറിയിരിക്കുക. പാപം ചെയ്തപ്പോ ദൈവം കൊടുത്ത ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ട് മറ്റൊരവസ്ഥയിൽ പോയി ഗുഹകളിലും മാളങ്ങളിലും പാർക്കുന്ന ഇസ്രായേൽ മക്കൾ. അടുത്ത വചനം, മൂന്നാമത്തെ വചനം. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും വന്നവരെ ആക്രമിച്ചു. ആദ്യം പറഞ്ഞു മിദ്യാൻകാരെ ശത്രുക്കൾ. ഇനി പത്രവരുണ്ട്. പൗരസ്ത്യരും അമലേക്കരും. ശത്രു കൂടുകയാണ് ചെയ്ത് കുറയുകയാണ് ചെയ്തത്? കൂടി. ഒന്നൊന്നായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുക. പാപം ചെയ്തു, ശത്രുക്കൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസയുടെ പരിസര പ്രദേശങ്ങളെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതിയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടിക്കിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടുകൂടി ദേശം ശൂന്യമാകും. അടുത്ത വചനം. മിദ്യാൻകാർ നിമിത്തം ഇസ്രായേൽ ശോഷിച്ചു. വീർത്തുവെന്നാണ് എഴുതിയിരിക്കുന്നത്. ശോഷിച്ചു. ഒന്നുമില്ലാത്ത പിച്ചച്ചട്ടി എടുക്കുന്ന മക്കള് കർത്താവ് ഇവിടെ കൊണ്ടുപോയി വെച്ചത് കാനാൻ ദേശത്ത് ഇരുന്നുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശോഷിച്ചിരിക്കുക. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ശോഷിക്കപ്പെടണമെങ്കിൽ ആരുടെ പ്രശ്നമാണ്? ആരുടെ പ്രശ്നമാണ്? ദൈവജനത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് അടുത്ത വചനം നിങ്ങൾ വായിക്കും. അടുത്ത വചനം എപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ചിലരങ്ങനെയാ, ചെറുതുകൊണ്ടൊന്നും പഠിക്കില്ല. അവസാനം ശോഷിച്ച് എല്ലുപോലെ ആയി കഴിയുമ്പോ വിളിക്കാൻ തുടങ്ങും. അപ്പോഴേ വിളിക്കുള്ളൂ, അല്ലാതെ വിളിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ പോകുന്നില്ല. ഒരു പെൺകുട്ടിയാണ്. അവള് കൗൺസിലിംഗ് വന്നപ്പോ അവള് ഭയങ്കര ചിരിയും വർത്താനമൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഈശോ തരുവാണ് ഇവക്ക് വേറൊരു ബന്ധമുള്ളതായിട്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോഴും അമ്മയ്ക്കും കൂടിയുള്ള ഏക മകളാണ്. ഒരു പൊന്നുപോലെ ആ കൊച്ചിനെ നോക്കുന്നു. അപ്പൊ അവളെന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞു ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ നീ പൊക്കോ, എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. അവൾ വീണ്ടും പറഞ്ഞു ഉണ്ട് സിസ്റ്ററെ. അപ്പൊ ഞാനിങ്ങനെ അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഈശോ തരുവാണ് 5 വർഷം. ഞാൻ പറഞ്ഞു ഒച്ച 5 വർഷമായല്ലോ കർത്താവിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്തിരിക്കുകയും അവൾക്ക് വെള്ളം പോലും കുടിക്കത്തില്ല. തൊണ്ടയിലെന്തോ തടഞ്ഞിരിക്കുന്ന പോലെ. ആശുപത്രി കാണിച്ചിട്ട് പോലെ അസുഖമില്ല. രാത്രി ഉറങ്ങാനേ പറ്റില്ല. എപ്പോഴും മരിച്ചുപോയ ആളുകൾ അവളുടെ അടുത്ത് വരുന്ന ഇവളുടെ പ്രശ്നം. അപ്പോ ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ കാണി ഇവൾ ജോലി ചെയ്യുമ്പോൾ HDFC ബാങ്കിൽ ജോലിയുള്ള കൊച്ചാണ്. പക്ഷെ ജോലിക്ക് പോയപ്പോ അവൾക്ക് പറ്റുന്നില്ല. അങ്ങനെ അവസ്ഥ. ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇവള് ഈശോയോട് പറയാണ് വലിയ പാപത്തിനാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. സ്നേഹിച്ച ചെറുക്കനുമായി വലിയ പാപത്തിൽ ചെന്നുപെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മാനെ വലിയ തിന്മയിൽ ചെന്ന് പെട്ടതായിട്ടാണല്ലോ ഈശോ പറയുന്നത്. ഈ കൊച്ചു ചിരിച്ചോലോട് പറയാ, സിസ്റ്ററെ 5 വർഷമായി തുടരുന്ന ഒരു ബന്ധം, അതിനകത്ത് അങ്ങനെ പലതും സംഭവിക്കും. അത് സ്വാഭാവികമല്ലേ സിസ്റ്ററെ? എന്നോട് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഓർക്കണം, ഞാൻ ഇന്നലെ കണ്ടൊരു പെണ്ണിന്റെ മനസ്സിൽ അത് മായുന്നില്ല. 5 വർഷമായി ഞാൻ തുടരുന്നൊരു ബന്ധമല്ലേ? അപ്പൊ അത് പലതും അങ്ങനെ സംഭവിക്കും. അത് സ്വാഭാവികമല്ലേ? അതിപ്പോ എന്താ ഇത്ര പറയാനിരിക്കുന്നു? അതിനുശേഷം ഈ 5 വർഷമായിട്ടും ഈ പെൺകുട്ടി പാപം പറഞ്ഞ് കുമ്പസാരിച്ചിട്ടില്ല. എല്ലാ പള്ളിയിലെ പോയറിലെ പെൺകുട്ടിയാണ്. എല്ലാ ആഴ്ചയിലും അവൾ കുർബാന സ്വീകരിക്കും. എങ്ങനെയുണ്ട്? വണ്ണം വെക്കുമോ? ശോഷിക്കുമോ? എങ്ങനെ ശോഷിക്കും അല്ലേ? ഇതാണ് ശോഷണം. അല്ലെ? ഞാൻ ചിന്തിക്കുവാണ്, നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് പാപമേതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശോഷണം വന്നു കഴിയുമ്പോൾ അവസാനം എത്തിയപ്പെടാൻ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോഴും അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അമ്മ കണ്ണീരോട് പറയുക, സിസ്റ്ററെ ആ കല്യാണം തന്നെ നടക്കാൻ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. എന്റെ വായിന്ന് നടക്കുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവർ എഴുന്നേറ്റ് പോകും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സന്ദേശം വിഷയം തരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. പ്രിയപ്പെട്ടവരെ, ശോഷണം ഇതാണ്. അടുത്ത വചനം വരും. അപ്പോൾ ഇസ്രായേൽ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു.
ഇസ്രായേലിനെ മിദ്യാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു കൊടുത്തു. ആ പ്രവാചകന്റെ പേരൊന്നും അവിടെ പറയുന്നില്ല, ആരാണെന്നോ എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ പറയുകയാണ്, നിങ്ങൾ സെറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമ്മോനരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്, എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ കെട്ടി. അതായത് ഒരു ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് കെട്ടില്ല. ഇതിന്റെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ദൈവശാസ്ത്രവശമായിട്ട് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഈശോ തന്നൊരു ചിന്തയാണ് ഞാൻ പറയുക. പേരില്ലാത്ത ഒരു പ്രവാചകൻ തിരുത്തൽ കൊടുക്കാൻ വന്നു, അങ്ങനെയല്ലേ എഴുതിയിരിക്കും അല്ലേ? പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഇനി ഈ പേരില്ലാത്ത പ്രവാചകന്മാരെ സ്വർഗം സമയാസമയങ്ങളിൽ എന്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? മനസാക്ഷി എന്നൊരു സംഭവം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചെയ്തു കഴിയുമ്പോ ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നൽ എവിടെയും വന്നിട്ടുണ്ടോ? പറയണ്ടായിരുന്നു എന്ന് തോന്നൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അത് ആരുടെ സ്വരമാണ്? സ്വർഗം എന്റെ കൂടെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രവാചകന്റെ സ്വരമാണ്. ചെയ്തത് തെറ്റിപ്പോയി. എന്റെ ആത്മാവിൽ ഇരുന്ന് സ്വർഗം സംസാരിക്കുക. അത് എന്നോട് തന്നെ ആരും തിരുത്തിയതല്ല. പക്ഷേ ഞാൻ കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കേൾക്കും, നിങ്ങളെന്റെ വാക്ക് കേട്ടില്ല. ദൈവജനം ഓരോ സമയത്തും പാപം ചെയ്തപ്പോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ട. പക്ഷെ അവർ വാക്കുകളൊന്നും കേട്ടില്ല. ഞാൻ 4 കാര്യങ്ങൾ അതിനോട് പറഞ്ഞു. 1, ജനം പാപത്തിലാണ്. 2, ജനം മറ്റൊരു ജനതയുടെ അടിമത്തത്തിലാണ്. 3-ാമത്തെ കാര്യം എന്തായിരുന്നു? ജനം കരഞ്ഞു. ഇല്ലേ? കരഞ്ഞു. പാപം ചെയ്യുന്നവരാണോ കരയുന്നത്, അതോ ദുർഗതി കണ്ടിട്ട് വേദനിക്കുന്നവരാണോ കരയുന്നത്? ആരാ കരയുന്നത്? ഈ സാഹചര്യത്തിൽ ആരായിരിക്കും കരഞ്ഞത്? കുറെ വിശുദ്ധരായ അപ്പന്മാരും അമ്മച്ചിമാരും വയസ്സായ മക്കളുടെ ജീവിതത്തിൽ അവര് കരഞ്ഞു. ജനം പാപത്തിലേക്ക് പോകുന്നു, അടിമത്തം വരുന്നു, അവര് കരഞ്ഞു. കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവര് കരഞ്ഞു. പാപം ചെയ്തവരല്ല കരഞ്ഞു. അങ്ങനെ കരഞ്ഞവരിൽ ഒരു വ്യക്തിയാണ് ആര്? ഗിദെയോൻ. ആരെക്കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരെക്കുറിച്ചാ പറയുന്നേ? ഓർക്കുന്നുണ്ടോ? ഇല്ല. ആരെ വലതുകരം ശ്രദ്ധിച്ചേ. ഇനിയുള്ള കാര്യങ്ങൾ ഗിദെയോന്റെ ജീവിതത്തിലെ ദൈവശക്തി, കർത്താവ് കൊടുത്ത കൃപ, അത് നമ്മുടെ നിന്ന് സ്വന്തമാക്കാൻ പോവുകയാണ്. എല്ലാവരെയും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇനി 11-ാമത്തെ വചനം. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയാസർ വംശജനായ യോവാശിന്റെ ഓക്കുമരത്തിന്റെ കീഴിൽ വരുന്നു. ഈ കാലഘട്ടത്തിലാണ് ആര് വരുന്നത്? കർത്താവിന്റെ ദൂതൻ. ആരുടെ അടുക്കൽ വന്നു? ആരുടെ അടുക്കലേക്കാണ് വരുന്നത്? യോവാശിന്റെ പുത്രൻ ഗിദെയോൻ. ഗിദെയോന്റെ അപ്പന്റെ പേരാണ് യോവാശിന്റെ പുത്രൻ ഗിദെയോൻ. ഗിദെയോൻ എന്ത് ചെയ്യാൻ അതിൽ എഴുതിയിരിക്കുകയാണ്? ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. മുന്തിരിച്ചക്കിലാണോ ഗോതമ്പ് മെതിക്കുന്നത്? ആണോ? പിന്നെ എന്തിനാ മെതിക്കുന്നത്? ഗോതമ്പിന്റെ ചക്കില് മുന്തിരിച്ചക്കി മെതിച്ചാൽ അത് നോർമൽ വേ ആണോ? നിങ്ങൾ ചിന്തിച്ചേ? ആണോ? അല്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ശരിയായ രീതിയാണ്? അല്ല. അതായത് ഇതിന്റെ സാഹചര്യം പഠിക്കുവാണെങ്കിൽ ഈ കാലഘട്ടം മുന്തിരിയുടെ കാലഘട്ടമാണ്. പിടികിട്ടിയോ? ആ ഗിദെയോന്റെ ആ സാഹചര്യം മുന്തിരിയുടെ കാലഘട്ടമാണ്. ഗോതമ്പ് കൊയ്ത്തിന്റെ സമയമായിട്ടില്ല. അതുകൊണ്ട് മുന്തിരിയുടെ കൊയ്ത്തിന്റെ സമയമായതുകൊണ്ട് ചക്ക അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മിദ്യാൻകാർ എപ്പോഴും ഉപദ്രവിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവർ കാണാതെ പുറത്തിറങ്ങി കുറച്ച് പാകമായി തുടങ്ങുന്ന ഗോതമ്പ് പതച്ചെടുത്ത് ഓടിപ്പോകാനാണ് ആര് വന്നിരിക്കുന്നത്? ഗിദെയോൻ. വീട്ടിൽ അപ്പനുണ്ട്, നോക്കണ്ടേ? ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ മിദ്യാൻകാർ കൊല്ലുമെന്ന് പറഞ്ഞ് വെട്ടി കുത്തിയിരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രതിസന്ധികളെ അതിജീവിച്ച് പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഗിദെയോൻ. ഒരു പ്രശ്നം വന്നു, ഇനി തകർന്നു വിചാരിക്കുകയില്ല. അവൻ ഇറങ്ങി വന്നിട്ട് ആ പരിമിതമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ച് ഓടാൻ ശ്രമിക്കുക.
സ്വർഗം ആരെ കണ്ടു? ആരെ കണ്ടു? ഗിദെയോനെ കണ്ടു. എന്റെയും നിങ്ങളുടെയും പരിമിതമായ സാഹചര്യത്തിലും ജീവിതം പിടിച്ചു നിർത്താൻ ദൈവത്തിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും തുഴയാൻ തുടങ്ങുമ്പോ അത് സ്വർഗത്തിന്റെ കണ്ണിൽ പെട്ടിരിക്കും മക്കളെ. അത് കാണാതെ പോകില്ല സ്വർഗം. ഗിദെയോനെ കണ്ടതുപോലെ സ്വർഗം നിന്നെ കാണും. കാരണം നിങ്ങളും എത്രമാത്രം വേദനിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും മടുത്തുന്നവൻ ഇട്ടിട്ട് പോകുന്നതിലല്ല ഈ യാത്ര. ചേട്ടൻ എത്ര മദ്യപാനിയാണെങ്കിലും ഈ സാഹചര്യത്തിലും നടുവന വേദനയാണെങ്കിലും നീ ചെയ്തു കൊടുക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടോ, അത് സ്വർഗം കാണും. സ്വർഗം നിന്നെ സന്ദർശിക്കും. ആ മനസ്സുകൾ മതി സ്വർഗത്തിൽ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോ പ്രാർത്ഥിക്കുന്നതും പാടി ആരാധിക്കുന്നതും ജോലി ചെയ്യുന്നതും അല്ല സ്വർഗം പ്രതീക്ഷിക്കുക. നിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഈ പ്രതികൂലത്തിലും ദൈവത്തിൽ മാത്രം ചിന്തയുറപ്പിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ സ്വർഗം നിന്നെ തേടി വരും. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുമ്പോ ഇത് മനസ്സിലേക്ക് എഴുതി വെച്ചോളാം പ്രിയപ്പെട്ട മക്കളെ. എന്നിട്ട് 12-ാമത്തെ വചനം, കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് പറഞ്ഞത്? ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. എന്തുകൊണ്ടാണ് ധീരത പറഞ്ഞത്? മിദ്യാൻകാരെപ്പം വേണേലും കൊല്ലാം, പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ചിറങ്ങി നിന്ന ഒരു മനുഷ്യനെ നീ സ്വർഗം വിളിക്കും. നീ ധീരനാ, നീ ശക്തനാ, നിന്റെ കൂടെ ആരുണ്ട്? ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാ ശക്തനും ധീരനവനും. ഒരു വ്യക്തി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉഗ്രനായിരിക്കും പറഞ്ഞാൽ അത് അപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കണ്ട. സ്വർഗം പറഞ്ഞിട്ടുണ്ടോ? അത് മതി. സ്വർഗം പറയും. എത്ര വേദനിക്കുന്ന മക്കളും ജീവിതം മുന്നോട്ട് തുഴയുമ്പോ രാത്രി കാലങ്ങളിൽ കണ്ണുനീരൊഴുക്കി സങ്കടപ്പെട്ട് കരയുമ്പോ അത് സ്വർഗം കാണാതെ പോയില്ല. സ്വർഗം കാണും. സ്വർഗം നിന്നെ തേടിയെത്തും. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത വചനം പറയുക. ഇപ്പോൾ ഗിദെയോൻ ഒരു ചോദ്യം. ഇതാണ് ഗിദെയോന്റെ ഒന്നാമത്തെ പ്രത്യേകത. സ്വർഗം സന്ദർശിക്കാൻ ഗിദെയോന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. ഗിദെയോൻ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും മുന്നോട്ട് യാത്ര തുടങ്ങി. രണ്ടാമത്തെ കാര്യം, അവൻ ചോദിക്കും, പ്രഭോ, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുക? അവൻ ആദ്യം നീ ആരാണെന്നാണ് ചോദിച്ചത്. ആണോ? അതിനാണ് ചോദിക്കാത്തത്. എന്തിനാണ് ചോദിക്കാത്തത്? കർത്താവാണെന്ന് എന്തുകൊണ്ട് അറിഞ്ഞു? അത് കർത്താവാണെന്ന് എങ്ങനെ അറിഞ്ഞേ? അവൻ കേട്ടിട്ടുണ്ട്, അവൻ ചിന്തിച്ചിട്ടുണ്ട്, അവൻ ധ്യാനിച്ചിട്ടുണ്ട്. നീ ആരാണെന്ന് ചോദിച്ചില്ല, എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചില്ല. ഈ പ്രതിസന്ധിയിലും ദൈവം സന്ദർശിക്കും, ദൈവം ഒപ്പമുണ്ടെന്നുള്ള വിശ്വാസം മാത്രമാണ് ഗിദെയോനെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് അവന് സംശയമില്ലാത്തത് കൊണ്ട് അവൻ ചോദിക്കുക, പ്രഭോ, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കും? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നല്ലോ, മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈജിപ്തിൽ കൈകളിൽ മുറിക്കപ്പെട്ട ഗിദെയോനുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ചെങ്കലിൽ മുറിയപ്പെട്ട ഗിദെയോനുണ്ടോ? ഇല്ല. കാനാൻ ദേശത്തേക്ക് അവരാരെയും പ്രവേശിക്കപ്പെട്ടതാണോ വചനം പഠിപ്പിക്കുന്നത്? ആരും പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ചെങ്കലിൽ മുറിയപ്പെട്ട ഗിദെയോനില്ല. പക്ഷെ ഇത് പറഞ്ഞ് കേട്ട് കേൾവിയിൽ വന്ന വിശ്വാസം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളിൽ മുന്നോട്ട് യാത്ര ചെയ്യുക. അതുകൊണ്ട് ദൈവദൂതൻ വന്നപ്പോഴേ പറഞ്ഞു, ഈ കർത്താവല്ലോ, ചെങ്കടല് മുറിച്ചൊരു കർത്താവിനെ എനിക്കറിയാം, അവനിപ്പോ എവിടെയാ, എനിക്ക് കാണണം. അതാ ചോദിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസത്തോടെ ഗിദെയോൻ അങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കണം. 14-ാമത്തെ വചനം, കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. ആരാണ് ഗിദെയോനെ സന്ദർശിച്ച വചനം? വചനം പറഞ്ഞ 14-ാമത്തെ വചനം, അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ. ഇവിടെ ആര് പറഞ്ഞു? ഇവിടെ കർത്താവ്. ദൂതൻ പെട്ടെന്ന് കർത്താവായി. അയ്യോ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സന്ദേശം കിടപ്പുണ്ട്. സ്വർഗം നിന്നോടൊരു കാര്യം പറഞ്ഞു. നിന്നോട് കാര്യം സ്വർഗം പറഞ്ഞാൽ ഒരു വചനം കേട്ട് നീ അനുസരിച്ചു തുടങ്ങുമ്പോ പിന്നെ കർത്താവ് നിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അല്ല അയക്കുക, കർത്താവ് തന്നെ നേരിട്ട് വരും. കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ പരാജയപ്പെടാതെ മുന്നോട്ട് പോകുമ്പോ കർത്താവ് തന്നെ
നിന്റെ അടുക്കലേക്ക് കർത്താവ് വരും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കർത്താവിനെതിരെ പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടി ഇസ്രായേലിലെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇനി ഒത്തിരി ഒന്നും പറയുന്നില്ല, ഒരു വായിക്കാൻ സമയമില്ല. അപ്പോൾ കർത്താവ് ഗിദെയോനോട് പറയും, നീ പോയി ഇസ്രായേൽ മക്കളെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ ഗിദെയോൻ പറയും, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ഞാൻ ഏറ്റവും ചെറിയത്, മനാസയുടെ ഗോത്രത്തിലെ ഏറ്റവും ചെറിയവനാണ് ഞാൻ, ദുർബലനാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനാണ്. പ്രിയപ്പെട്ടവരെ, ഗിദെയോന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ജെന്യുവിൻ ഹ്യൂമിലിറ്റി, അതായത് സത്യസന്ധമായ എളിമ. അവൻ പറഞ്ഞത് ശരിയാണ്, ബെഞ്ചമിൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രം, എന്റെ കുടുംബത്തിൽ ഏറ്റവും ചെറുതാണ്, അല്ലാതെ അഹങ്കരിച്ച് അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടൊക്കെ പറ്റിയോ, ഞാൻ പാവം, എനിക്ക് അറിയത്തില്ല, ഒരു ഭാഷയിൽ കളിച്ചപ്പോൾ ചിലരൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല ഗിദെയോൻ പറഞ്ഞത്. ജെന്യുവനായിട്ട് ഗിദെയോൻ സംസാരിച്ചു, കർത്താവേ, ഞാൻ ദുർബലന കർത്താവേ, എനിക്ക് അറിയത്തില്ലല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഏറ്റവും ചെറുതാണ്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ 16-ാമത്തെ വചനത്തിൽ കർത്താവ് അവനോട് പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെന്നതുപോലെ മിദ്യാൻകാരെ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന്. ഇനിയാണ് അപ്പൊ കർത്താവ് ഇത്രയും കാര്യങ്ങൾ ആരെ സന്ദർശിക്കാൻ വന്നു? കർത്താവ് ആരെ സന്ദർശിച്ചു? എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിന്റെ കൂടെ വരും. നീ എന്ത് ചെയ്യണം? മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ഇനി ഒരു മിനിറ്റ് ഒന്ന് കണ്ണു വരച്ച്. ഇനി ഞാൻ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മുടെ ആരാധനയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എല്ലാം അതാണ്. നിങ്ങളുടെ ആവശ്യം നിയോഗം ഒക്കെ ചേർത്ത് വെക്കണം. നീ എത്രമാത്രം ദൈവത്തോട് എടുക്കുന്നോ, ഇനിയുള്ള കാര്യങ്ങൾ എത്രമാത്രം ഹൃദയത്തോട് സ്വീകരിക്കുന്നോ, അത്രയും അത്ഭുതം നിന്നെ ആലയത്തിൽ സംഭവിക്കും. ഒരു കണ്ണുകൾ അടച്ച് നിന്റെ ഏറ്റവും വലിയ നിയോഗം, നീ നിന്റെ ഈശോയെ മാത്രം മനസ്സിലുള്ളൂ. ഈശോ ഗിദെയോനെ സന്ദർശിച്ചതുപോലെ ഇന്ന് എന്റെ അടുക്കലേക്ക് വരും. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഏതൊരവസ്ഥയാണെങ്കിലും, ഏതൊരു സാഹചര്യമാണെങ്കിലും, ഗിദെയോനെ രോഗമാണോ, വേദനയാണോ, ബുദ്ധിമുട്ടാണോ, എന്താണെങ്കിലും എന്റെ അടുക്കലേക്ക് ഒന്ന് വരണേ. ശക്തമായിട്ട് മക്കൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി, ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഒന്നുകൂടി പറഞ്ഞ, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ മക്കളെ, ഇനി ഞാൻ മൊത്തം വായിക്കുന്നില്ല. ഗിദെയോൻ ദൈവസന്നിധിയിൽ 3 അടയാളങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് ഗിദെയോനോട് സംസാരിച്ചത്? ആരാണ്? കർത്താവ്. അപ്പൊ പറഞ്ഞു, മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നീ ഇസ്രായേലിനെ മോചിപ്പിക്കും. ഇത്രയും പറഞ്ഞു വെച്ചപ്പോ ഗിദെയോൻ പറയും, കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്നു എന്നതിന്, നീയാണ് പറഞ്ഞത് എന്നതിന് എനിക്കൊരു തെളിവ് വേണം. 1-ാമത്തെ അടയാളം ചോദിക്കാൻ പോവുക. ഒരു മനുഷ്യൻ, അത് നമ്മൾ ഇത് കാണുമ്പോ മനുഷ്യ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. ഗിദെയോൻ പറയും, കർത്താവേ, നീ ഇവിടെ നിൽക്കണം, ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ ഉണ്ടാവണം. കേട്ടോണം. ആരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? പലചരക്ക് കടക്കാരനാണോ പറഞ്ഞേ? വേലക്കാരനോടാണോ പറഞ്ഞേ? അതോ മാനേജറോടാണോ പറഞ്ഞേ? അല്ല, പറഞ്ഞത് സാക്ഷാൽ ദൈവത്തോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ നിൽക്കണം. ഇവിടെ ഓക്കുമരത്തിന്റെ ചൂട്ടില് മഴ പെയ്താലും മഴഞ്ഞാലും എന്ത് ചെയ്യണം? നീ ഇവിടെ നിന്നോണം. പറഞ്ഞത് സൃഷ്ടിയായ ഒരു മനുഷ്യൻ. എന്നിട്ട് ഗിദെയോൻ വീട്ടിൽ പോയി അപ്പവും കാളയിറച്ചിയും ഉണ്ടാക്കി. ചേച്ചിമാരെ, അപ്പം ഉണ്ടാക്കാൻ, ഇറച്ചിക്കറി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? പല സ്പീഡ് ചെയ്യുന്ന ചേച്ചിമാരുണ്ടോ? എന്നാലും ഒന്ന് പറഞ്ഞത്, അരമണിക്കൂർ മതിയോ? പോരാ, 1 മണിക്കൂറിൽ എടുക്കുന്ന എക്സ്പേർട്ട് ആണ് ചേച്ചി പറഞ്ഞത്. ഇൻസ്റ്റന്റ് അപ്പപ്പൊടിയൊന്നും ഇല്ല കേട്ടോ ചേച്ചി, അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെയ്തേക്കരുത്. കാരണം ഇൻസ്റ്റന്റ് അപ്പപ്പൊടിയില്ല, നോർമൽ അപ്പമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നോർമലായിട്ട് അരി കുതിർത്ത് പൊടിച്ച് വേണം ഉണ്ടാക്കാൻ. പിന്നെ എന്ത് ചെയ്യണം? കാളകൾ തല്ലിക്കൊല്ലണം. നല്ല സ്പീഡുള്ള ചേട്ടന്മാരെ കിട്ടണം. അതിനെ തല്ലിക്കൊണ്ടുണ്ടാക്കി മിനിമം 1 മണിക്കൂർ. സമ്മതിച്ചല്ലോ നിങ്ങൾ? 1 മണിക്കൂർ താഴെ വേണം ഇവിടെ ആർക്കേലും വേണ്ട. 1 മണിക്കൂർ കൊണ്ട് ഗിദെയോൻ അപ്പവും ഉണ്ടാക്കി ഇറച്ചിക്കറിയുമായിട്ട് വരുമ്പോ ആരവിടെ നിൽപ്പുണ്ട്? കർത്താവ് നിൽപ്പുണ്ട്. എന്റെ കണ്ടീഷന്റെ മുമ്പിൽ, എന്റെ ശാക്തികളുടെ മുമ്പിൽ എന്റെ ദൈവം
ഒരു സമയവും ഗിദെയോന്റെ ജീവിതത്തിലൂടെ സ്വർഗം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടല്ലോ, അവന് വേണ്ടത് ചങ്കിലെ സ്നേഹവും വിശ്വസ്തതയും അല്ലാതെ മറ്റൊന്നും അവന് വേണ്ട. ഈ ശക്തി പിടിച്ച് ഈശോ എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഈശോ എനിക്ക് നിന്നെ ഒന്ന് വേണമെന്ന്, എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ എനിക്ക് നിന്നെ കണ്ട് പറ്റുമെന്ന് ആര് പറയുന്നു, അവന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ ഗിദെയോന്റെ ജീവിതത്തിലൂടെ സ്വർഗം എന്നെ പഠിപ്പിക്കുക. ഒന്നാമത്തെ മേഖല. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ കാണുകയാണ്. ഗിദെയോനോട് കർത്താവ് കുറെ കാര്യങ്ങൾ രാത്രി ചെയ്യാൻ പറയും. അതിനെല്ലാം ശേഷം വീണ്ടും ഗിദെയോൻ പറയും, കർത്താവെ, വായിക്കാൻ സമയമില്ലാത്തവരാണ് ഞാൻ വായിക്കാത്തത്. ഗിദെയോൻ പറയും, കർത്താവെ, ഇത്രയൊക്കെ നീ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്തത്, എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ കൂടെ നീ ഉണ്ടെന്ന് നീ പറഞ്ഞില്ല, ഞാൻ ഒരു തവണ ഒരു പരീക്ഷണം നടത്തിക്കോളാൻ കർത്താവ് പറയും. എന്നിട്ട് എന്ത് പറയുന്നറിയോ, എന്റെ ഈ രോമക്കുപ്പായം കണ്ടോ കർത്താവെ, ഈ രോമക്കുപ്പായം ഇന്ന് രാത്രിയിൽ ഈ കളത്തിലേക്ക് ഞാൻ വിരിക്കും. രാത്രി മുഴുവൻ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയമാണ്. ഇന്ന് രാത്രി രോമക്കുപ്പായം ഈ കളത്തിൽ ഇരിക്കുമ്പോ മഞ്ഞ് തുള്ളികൾ രോമക്കുപ്പായത്തിൽ മാത്രം വീഴണം, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴാൻ പാടില്ല. ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന സർവശക്തനോടൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആവശ്യം ഒരു സൃഷ്ടിയായ ഗിദെയോൻ പറയുക, ഇന്ന് രാത്രിയിൽ ഈ കളത്തിൽ ഈ രോമക്കുപ്പായത്തിൽ മാത്രം മഞ്ഞ് വീഴണം, ചുറ്റോട് ചുറ്റും വീഴാൻ പാടില്ല. ഇവിടെ മക്കളെ, വചനം എഴുതി വെച്ചിരിക്കുക. ആ രാത്രിയിൽ കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു. ഗിദെയോൻ അതിരാവിലെ എഴുന്നേറ്റ് രോമക്കുപ്പായം പിഴിഞ്ഞ് ഒരു ബക്കറ്റ് നിറയെ വെള്ളം ശേഖരിക്കുകയും നെല്ലം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നതായും കാണപ്പെട്ടു. എഴുതി വെച്ചിട്ട് നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ നമുക്ക്